നമ്മുടെ രാജ്യത്ത് നടന്ന ഡൽഹി ബ്ലാസ്റ്റ് അഥവാ ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ വലിയ ഒരു ഞെട്ടിക്കുന്ന വിവരം കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ആഗോള കോഫി ശൃംഖലയും ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ലക്ഷ്യം ഇസ്രായേലിനുള്ള മറുപടിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെങ്കോട്ട സ്ഫോടന കേസിൽ അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘം ആഗോള കോഫി ശൃംഖലയുടെ ഔട്ട്ലെറ്റുകളിൽ ബോംബ് ആക്രമണം നടത്താൻ ഗൂഢാലോചന നടത്തിയതായി ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ പറയുകയാണ്. ജൂത പൗരൻ ഉടമയായ കോഫി ഷോപ്പ് ശൃംഖലയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഈ വൈറ്റ് കോളർ ഭീകര സംഘം സജീവമായിരുന്നുവെന്നും ഇവർ പറയുന്നു. ഭീകരാക്രമണത്തിന്റെ ലക്ഷ്യം സംബന്ധിച്ച് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ ഒരാളായ ഉമർ ഉൻ നബിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെന്നും മറ്റു പ്രതികളായിട്ടുള്ള മുസമിൽ അഹമ്മദ് ഗനായി, ആദിൽ അഹമ്മദ് റാത്തർ, ഉത്തർപ്രദേശ് സ്വദേശിയായ ഷഹീദ് സൈൻ എന്നിവർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയിലും മറ്റ് പ്രധാന ഇന്ത്യൻ നഗരങ്ങളിലുമുള്ള കോഫി ശൃംഖലകളുടെ ഔട്ട്ലെറ്റുകൾ ആക്രമിക്കുന്നതിലൂടെ ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിക്കെതിരെ സന്ദേശം നൽകാനാണ് പ്രതികൾ ലക്ഷ്യമിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഭീകരാക്രമണ പദ്ധതി ജമ്മു കശ്മീരിലെ സുരക്ഷാ സേനയെ ലക്ഷ്യമിടുന്നതിൽ ഒതുക്കണമെന്ന് സംഘത്തിലെ ചിലർ ആഗ്രഹിച്ചിരുന്നതായും ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുകയാണ്. അതേസമയം അൽ ഖ്വയ്ദയുടെ ഇന്ത്യൻ ഘടകമായിട്ടുള്ള അൻസാർ ഗസ്വത് ഇൽ ഹിന്ദിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് സംഘം ലക്ഷ്യമിട്ടിരുന്നതെന്നും മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 2019 തെക്കൻ കശ്മീരിലെ ട്രാലിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട സാഗിർ മുസയാണ് അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് സ്ഥാപിച്ചത്. സംഘടനയുടെ അവസാന കമാൻഡറായിട്ടുള്ള മുസമിൽ മുഹമ്മദ് തന്ത്രെ 2021 ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. പോരാത്തതിന് അൻസാർ ഗസ്വത് ഉൽ ഹിന്ദിനെ പുനരുജ്ജീവിപ്പിക്കാനും രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനും പ്രതികളായ ഡോക്ടർമാർ ലക്ഷ്യമിട്ടിരുന്നുവെന്നും ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.